നമസ്കാരം. ഭൂമിയിലെ ഉദയവും അസ്തമയത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചെറിയ കാലം മുതൽ തന്നെ കണ്ടിരിക്കുന്ന ഒന്നാണ് സൂര്യൻ എവിടെ ഉദിക്കുന്നു, കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നുള്ളത്. എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായ കാര്യം, നമ്മൾ രാത്രിയിൽ ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നതായിരിക്കുന്ന ഒരു സ്റ്റാറാണ് വീനസ് എന്ന് പറയുന്ന സ്റ്റാർ. വളരെ ശോഭയുള്ള പ്രഭയുള്ളതായിരിക്കുന്ന ഒരു സ്റ്റാർ. അതേപോലെ തന്നെ നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായിട്ട് ആകാശത്തേക്ക് നോക്കിയാൽ കാണാവുന്നതായ ഒരു ഗ്രഹമാണ് ഈ പറയുന്ന വീനസ്. എന്നാൽ ആദ്യകാലങ്ങളിൽ ഇതൊരു ഗ്രഹമാണോ എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ലായിരുന്നു. പഴയ ആൾക്കാരായത് കാരണം തന്നെ പ്രകാശമുള്ള എന്തിനേയും ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്തിനേയും അവർ വിളിച്ചിരുന്ന പേരാണ് സ്റ്റാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെയും പറയുന്നത് ശുക്ര നക്ഷത്രം എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ വീനസ് സ്റ്റാർ എന്നുള്ള നിലയിലാണ് പറയുന്നത്. എന്നാൽ ഈ സ്റ്റാർ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഭൂമിയുടെ സഹോദരി എന്നൊക്കെ അറിയപ്പെടുന്നതായ ഒരു ഗ്രഹമാണ്. പക്ഷേ ഇത് അത്ര നിസാരക്കാരനായ ഒരു ഗ്രഹമല്ല. നമുക്കറിയാം, സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതായ ഗ്രഹം എന്ന് പറഞ്ഞാൽ ബുധനാണ്. ബുധൻ എന്ന് പറയുന്നത് കണക്കിന് ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആകേണ്ടതാണ്. കാരണം സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ചൂടുണ്ടാകേണ്ടതായിരിക്കുന്ന ഒരു സ്ഥലമാണിത്, ഈ പറയുന്ന ബുധൻ എന്ന് പറയുന്നത്. സോളാർ സിസ്റ്റത്തിലെ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റുകളിൽ ഒന്നെന്ന് പറയുന്നത് ഈ വീനസ് ആണ് എന്നുള്ളതാണ്. ഈ ഗ്രഹം എന്ന് പറയുന്നത് വളരെ നിഗൂഢതകൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ വലിയ കിടമത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലേക്ക് പോകാനും ഇതിനെ സംബന്ധിച്ച് പഠിക്കുവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കിടമത്സരങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നാസ അവിടേക്ക് സാറ്റലൈറ്റ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെനേറ മിഷൻസ്, അതായത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള വെനേറ മിഷൻസ് നടന്നു. വീനസിൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയതായ മിഷനിൽ പെട്ടതാണ് ഈ വെനേറ എന്ന് പറയുന്നത്. അത് പല മിഷൻസ് ഉണ്ട്. അതിൽ ചിലത് തകർന്നു പോയി, എന്നാൽ ചിലത് എന്ത് ചെയ്തു, അതിൽ ലാൻഡ് ചെയ്യാനൊക്കെ സാധിച്ചു. എന്നാൽ അതിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അല്പസമയത്തേക്ക് മാത്രമായിരുന്നു എന്നുള്ളതാണ്. കാരണം അവിടുത്തെ തീവ്രമായിരിക്കുന്ന പ്രഷർ, അതുപോലെ തന്നെ ചൂട്, ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്തു, അത് ഇല്ലാതായി പോയി എന്നുള്ളതാണ്. അപ്പോൾ അത്രമേൽ നരകം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ വീനസ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ ചെല്ലാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു ഗ്രഹമാണ് വീനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, എലോൺ മസ്ക് എന്ന് പറയുന്ന സ്പേസ് എക്സിൻ്റെ സ്ഥാപകനായിരിക്കുന്ന, അതിൻ്റെ കമ്പനി ഉടമയായിരിക്കുന്ന ഇദ്ദേഹം മാഴ്സിലേക്കാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മാഴ്സിലേക്ക് പോകാനാണെങ്കിൽ മാസങ്ങളുടെ യാത്രയുണ്ട്, എന്നാലേ മാഴ്സിൽ ചെല്ലാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളെ വീനസിനെ അപേക്ഷിച്ച് വളരെ ദൂരെയാണ് മാഴ്സ് എന്ന് പറയുന്നത്. എന്നാലും വീനസിലേക്ക് പോകാതെ എന്തുകൊണ്ട് അവർ മാഴ്സിനെ കോളനൈസ് ചെയ്യാൻ നോക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീനസിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. അത്രമേൽ ഭീകരവും തീവ്രവുമായിരിക്കുന്നതായ ആ ഒരു ഗ്രഹമാണ് ഈ പറയുന്ന വീനസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, മാഴ്സിൽ ചെന്നിട്ട് അത് കോളനൈസ് ചെയ്യാനാണ് എലോൺ മസ്ക് ഉദ്ദേശിക്കുന്നത്. എലോൺ മസ്കിൻ്റെ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന പേടകത്തിലെ മനുഷ്യരെയും വഹിച്ചുകൊണ്ട് മാഴ്സിലേക്ക് പോവുക, അവിടെ മനുഷ്യൻ്റെതായ ഒരു കോളനി സ്ഥാപിക്കുക എന്നുള്ളതാണ് എലോൺ മസ്കിൻ്റെ സ്വപ്നം. അപ്പോൾ ഈ വീനസിനെ തഴഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വീനസിലെ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രത്യേകതയാണ്. വീനസിൻ്റെ പ്രഷർ ഭൂമിയുടെ പ്രഷറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 92 ഇരട്ടിയാണ് വീനസിലെ പ്രഷർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അതിജീവിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതുപോലെ തന്നെ 465 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിൽ ലെഡ് പോലും എന്ത് ചെയ്യും, ഉരുകിപ്പോവും. അത്ര തീവ്രമായിരിക്കുന്നതായ ഒരു ഭീകരമായിരിക്കുന്ന ഒരു ഗ്രഹം. അതാണ് അക്ഷരാർത്ഥത്തിൽ നമുക്ക് വിളിക്കാം നരകം എന്ന് വിളിക്കാം. അവിടെ ചെല്ലാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ അതിലെ ക്ലൗഡുകൾ എന്ന് പറയുന്നത് മേഘങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഒരു ഗ്രഹമാണ്. വളരെ കട്ടിയുള്ള മേഘങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഒരു ഗ്രഹം. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം അകത്തേക്ക് കാര്യമായ നിലയിൽ കടന്നു ചെല്ലുന്നില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 70% സൂര്യപ്രകാശത്തിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. ആ റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ ശോഭയുള്ള ഒരു ഗ്രഹമായിട്ട് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഭൂമിയിൽ നിന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ഏറെ ശോഭയുള്ളതായിരിക്കുന്ന ഒരു ഗ്രഹമാണേത്, ഈ ശുക്രൻ എന്ന് പറയുന്നത്. ശുക്രനുമായി ബന്ധപ്പെട്ട് ഒരുപാട് മിത്തുകൾ ഉള്ളതായിട്ട് നമുക്കറിയാം. ഈ ശുക്രൻ എന്ന പേര്, അല്ലെങ്കിൽ വീനസ് എന്ന് പറയുന്ന പേര്, അതാണല്ലോ ഫേമസ് ആയിട്ടുള്ള പേര്. അത് വരാനായിട്ടുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ റോമൻ ഗ്രീക്ക് മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റോമൻ ഗോഡസ് ആയിരിക്കുന്ന വീനസ്, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ തത്തുല്യമായി പറഞ്ഞാൽ ആ സമയത്ത് ഗ്രീക്കിലുണ്ടായിരുന്ന ഒരു ദേവതയാണ് അഫ്രൊഡൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേവതമാരെ കുറിച്ച് പറയുമ്പോൾ, ഈ ദേവത വീനസിനെ കുറിച്ച് പറയുമ്പോൾ ബ്യൂട്ടിയുടെ ദേവതയാണ്, ലവിൻ്റെ ദേവതയാണ്, ഡിസയർ. അപ്പോൾ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ദേവതയാണ് ഈ വീനസ്.
ആ വീനസിൻ്റെ പേരാണ് ഏതിന് കൊടുത്തിരിക്കുന്നത്? ഈ ശുക്രഗ്രഹത്തിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ലവും അതുപോലെ തന്നെ ബ്യൂട്ടിയും ഡിസയറൊന്നും നമുക്ക് ഈ ഗ്രഹത്തിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്നേഹം എന്നും പറഞ്ഞ് അവിടെ ചെന്നാൽ വിവരമറിയും എന്നുള്ളതാണ്. അത്രമേൽ തീവ്രമായിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഗ്രഹം, അതാണ് വീനസ് എന്ന് പറയുന്നത്. നിറയെ വോൾക്കാനോസ് ഉള്ളതായ, ആക്റ്റീവായിരിക്കുന്ന വോൾക്കാനോസ് ഉള്ളതായ ഈ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ തന്നെ വളരെ തീവ്രമായിരിക്കുന്ന ഒരു ഗ്രഹമാണിത്, ഈ പറയുന്ന വീനസ് എന്ന് പറയുന്നത്. പോരാത്തതിന് നമ്മൾക്കറിയാം, ഭൂമിയിൽ നമ്മൾ മൺസൂൺ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ആശ്വാസത്തിൻ്റെ കാലഘട്ടമാണ്. കാരണം ചൂട് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കുന്ന, സമ്മർ കഴിഞ്ഞിട്ട് വരുന്ന നമുക്ക് ആശ്വാസം നൽകുന്നതായിരിക്കുന്ന ഒരു സമയമാണ് ഈ മൺസൂൺ കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം മഴ പെയ്യും, ധാരാളം മഴ പെയ്യും. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, മഴ പെയ്ത് നമുക്ക് വളരെയധികം ദുരിതവും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഉരുൾപൊട്ടലും അതും ഇതുമൊക്കെ ആയിട്ട് വെള്ളപ്പൊക്കവും ഒക്കെ വന്ന് നമ്മൾ അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരാണ്. പക്ഷെ എന്നിരുന്നാലും ഈ വരുന്ന സമ്മർ, അല്ലേ, സമ്മർ കഴിഞ്ഞ് വരുന്നതായിരിക്കുന്ന ഒരു ആശ്വാസം എന്നുള്ള നിലയിലാണ് ഈ മൺസൂൺ വരുന്നത്. അപ്പോൾ മഴയാണ് അവിടെ പെയ്യുന്നത്, അല്ലേ, വെള്ളമാണ് പെയ്യുന്നതെങ്കിൽ ഈ ഗ്രഹത്തിൽ ഈ പറയുന്ന ഈ പ്ലാനറ്റ് വീനസിൽ പെയ്യുന്നതായിരിക്കുന്ന മഴയെന്ന് പറഞ്ഞാൽ സൾഫ്യൂറിക് ആസിഡിൻ്റെതായ മഴയാണ്. അപ്പോൾ ഇത്രമേൽ സങ്കീർണമായിരിക്കുന്ന, ഇത്രമേൽ തീവ്രമായിരിക്കുന്ന ഒരു ഗ്രഹം, ആ ഗ്രഹത്തിലേക്കാണ് ആര് വിട്ടത്? ആ ഗ്രഹത്തിലേക്കാണ് സോവിയറ്റ് യൂണിയൻ വെനേറ എന്ന് പറയുന്ന പല മിഷൻസ് അതുമായി ബന്ധപ്പെട്ട് വിട്ടത്. ചിലത് ലാൻഡ് ചെയ്തിട്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ എടുത്തു. പക്ഷേ അധിക സമയം അതിനെ അതിജീവിക്കാൻ സാധിച്ചില്ല, അത് തകർന്നു പോയി എന്നുള്ളതാണ്. മാത്രമല്ല, അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ രസകരമാണ്. നമ്മൾ ഭൂമിയെ അപേക്ഷിച്ച് അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് 243 ഭൗമ ദിനങ്ങൾ ചേർന്നതാണ് അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. കാരണം അത്രമേൽ സ്ലോയിലാണ് ഏത് കറങ്ങുന്നത്? ഈ പറയുന്ന വീനസ് കറങ്ങുന്നത്. വീനസ് കറങ്ങുന്നത് ഭൂമിയെ അപേക്ഷിച്ച് എതിർദിശയിലാണ്, ബാക്ക്വേർഡ്സ് റൊട്ടേഷനാണ് അതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണെന്നുണ്ടെങ്കിൽ അവിടെ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറാണ്. വീനസിൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറും അസ്തമിക്കുന്നത് കിഴക്കുമാണ്. കാരണം അതിൻ്റെ റൊട്ടേഷൻ ഭൂമിയുടെ നേരെ എതിർദിശയിലാണ് എന്നുള്ളതാണ്. മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു, 243 ഭൗമ ദിനങ്ങൾ ചേർന്നതാണ് അവിടുത്തെ ഒരു ദിവസം. അപ്പോൾ ഒരു പ്രാവശ്യം ഈ ഗ്രഹം ഒന്ന് കറങ്ങാൻ എടുക്കുന്ന സമയമാണ് 243 ഭൗമ ദിനങ്ങൾ. അപ്പോൾ അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇത്ര വിസ്തൃതമായ, അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾ, ഭൂമിയിൽ ഇത്രയും ദിവസങ്ങൾ ചേർന്നതാണ് അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ കൗതുകരമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 225 ഭൗമദിനങ്ങൾ ചേർന്നതാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വർഷത്തേക്കാൾ വലുതാണ് അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അവിടുത്തെ വർഷം എന്ന് പറയുന്നത് 225 ദിവസം മതി. എന്നാൽ അവിടുത്തെ ഒരു ദിവസം, അതായത് ഈ ശുക്രൻ ഒന്ന് കറങ്ങി വരുന്നതിന്, എന്ത് ചെയ്യണം, ഒന്ന് തിരിയുന്നതിന് 243 ദിവസം എടുക്കും. അതായത് ഒരു ദിവസം, അവിടുത്തെ ഒരു ദിവസമാകാനായിട്ട്. അപ്പം അങ്ങനെ അത്ര വലിയ വ്യത്യാസം നമ്മളെ കൗതുകം ജനിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ഗ്രഹമാണേത് വീനസ് എന്ന് പറയുന്നത്. അപ്പോൾ കാണുമ്പോൾ ഭംഗിയുള്ള വീനസ് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അത്ര ഭംഗിയും അത്ര സുഖകരമായിരിക്കുന്ന ഒന്നുമല്ല അതിൽ നടക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് മിഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിലേക്ക് പോകാന്ന് പറയുമ്പോൾ സാറ്റലൈറ്റിനെ അയക്കുക എന്നുള്ളതാണ്. സാറ്റലൈറ്റിനെ അയച്ച് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം. നാസ, അതുപോലെ യൂറോപ്യൻ യൂണിയൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട് പല മിഷൻസും ഇതുമായി ബന്ധപ്പെട്ടു. അപ്പോൾ മനുഷ്യനെ എക്കാലത്തും അതിശയിപ്പിക്കുന്നതായ ഒന്നാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ആകാശത്തേക്ക് നോക്കിയിട്ട് അത്ഭുത സ്തബ്ധരാകാത്ത മനുഷ്യരെ ഇല്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ബൈബിളിലെ ഒരു വാക്യമുണ്ട്, അതിങ്ങനെയാണ്: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിരീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര തൃപ്തികരമായിരിക്കുന്നതോ അവർക്ക് ഇഷ്ടമല്ലാത്തതായിരിക്കുന്ന ഒന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുക. ദൈവത്തിൻ്റെ കരവിരുതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ട് ഇത് ദൈവത്തിൻ്റെ കരവിരുതല്ല എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അത് ദൈവത്തിൻ്റെ കരവിരുത് തന്നെയാണെന്ന് അവർ പറയും എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടായതുകൊണ്ട് ഞാനത് ഇവിടെ പറഞ്ഞു എന്നുള്ളതാണ്. ദൈവവിശ്വാസിയാണേലും ദൈവവിശ്വാസി അല്ലാത്ത ആളുകളാണെങ്കിലും പ്രപഞ്ചം എന്ന് പറയുന്നത് അവൻ്റെ മുമ്പിൽ എന്താണ്, വിസ്മയകരമായിരിക്കുന്ന ഒന്നാണ്. ഈ വീനസിനെ പോലുള്ള, ഈ ശുക്രനെ പോലുള്ള അനവധി ശുക്രന്മാരും അനവധി നക്ഷത്രങ്ങളും അനവധി ഗാലക്സികളും സൗരയുധങ്ങളും അതുപോലെ തന്നെ ബ്ലാക്ക് ഹോൾസൊക്കെ ഉള്ളതായ വിചിത്രവും സങ്കീർണവുമായിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ് നമ്മളുടെ പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിലൂടെ രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്ര സങ്കീർണമായിരിക്കുന്ന, ഇത്ര ഗൗരവതരമായിരിക്കുന്ന, ഇത്ര ഭംഗിയുള്ളതായിരിക്കുന്ന ഈ പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിലൂടെ, ഒരു പ്ലാനിങ് ഇല്ലാതെ,
ഒരു ഡിസൈൻ ഇല്ലാതെ, ഒരു ഡിസൈനർ ഇല്ലാതെ, ഒരു അധ്വാനമില്ലാതെ രൂപപ്പെട്ടു എന്ന് പറയുന്നതിൽ പരം ഭോഷത്വം മറ്റൊന്നുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നതിൽ എന്താണ് അത്ഭുതം?